ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് ഇന്ന്. വിശുദ്ധ പീറ്റർ കനീസിയോസ്. ബോനിഫസിനെയാണ് ജർമ്മനിയുടെ ഒന്നാമത്തെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്. അപ്പസ്തോലൻ എന്നുള്ളത് വളരെ വിശാലമായ അർത്ഥത്തിലാണ്. 12 അപ്പസ്തോലന്മാർ കൂടാതെ പൗലോസ്, ബർണബാസ്, അദ്ദായി, മാറി ഇവരൊക്കെ അപ്പസ്തോലന്മാരെന്ന് വിളിക്കുമല്ലോ. അതുപോലെ ഉള്ള ഒരു വിശാലമായ അർത്ഥത്തിലാണ് ഇവർ വിളിക്കുന്നത്. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്, യേശുവിൻ്റെ നേരെ അപ്പസ്തോലൻ എന്ന അർത്ഥത്തിലല്ല. സർവകലാശാലയിൽ പഠിപ്പിച്ചിരുന്ന കാലത്തും നഗരത്തിന് വെളിയിലൊക്കെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. പല കോളേജുകളും പഠിപ്പിച്ചു. പല നഗരങ്ങളിലും പോയി സുവിശേഷം വചനപ്രഘോഷണം നടത്തി. ധാരാളം യാത്ര ചെയ്തിരുന്നത് കൊണ്ടാണ് ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഇടയായത്. ഡച്ചുകാരനായ പീറ്റർ കനീസിയോസ് 1521 ജനിച്ചത്. 1597 മരിച്ചത്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ജർമ്മനി, ഓസ്ട്രിയ, ബൊഹേമിയ, മൊറാവിയ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം സഹായിച്ച ആളാണ് പീറ്റർ കനീസിയോസ്. വേദപാരംഗതനാണ്. നെതർലൻഡിലാണ് 1521 ജനിച്ചത്. ജർമ്മനിയിലെ കൊളോൺ സർവകലാശാലയിൽ പഠിച്ചത്. 19 വയസ്സിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. അവിടെ വെച്ച് ഈശോ സഭയുടെ സ്ഥാപകരിൽ ഒരാളായ പീറ്റർ ഫൈബറിനെ കണ്ടുമുട്ടി. ഈശോ സഭയിൽ ചേരാൻ കനീസിയോസ് തീരുമാനിച്ചു. ഈശോ സഭയിൽ ചേരുന്ന ആദ്യത്തെ ഡച്ചുകാരനായിരുന്നു കനീസിയോസ്. ഫെർഡിനാൻഡ് ഒന്നാമൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ മാക്സിമിലിയൻ രണ്ടാമൻ ഒരു ലൂഥറൻ പാസ്റ്ററെയാണ് കൊട്ടാരത്തിൽ ആസ്ഥാന പ്രസംഗനായി നിയമിച്ചത്. കനീസിയോസ് ചക്രവർത്തി കത്തെഴുതുകയും വാക്കാൽ അതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ലൂഥറൻ പാസ്റ്ററെ പരസ്യ വാദപ്രതിവാദത്തിന് ക്ഷണിക്കുകയും ചെയ്തു. അതോടെ മാക്സിമിലിയൻ പാസ്റ്ററെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 1547 ട്രെൻഡ് സൂനോദോസിൻ്റെ പല സമ്മേളനങ്ങളിലും കനീസിയോസ് പങ്കെടുത്തു. അതായത് ഈ പ്രൊട്ടസ്റ്റന്റ് സഭ കത്തോലിക്ക സഭ ചെയ്യുന്ന പല കാര്യം ശരിയല്ലെന്നും പറഞ്ഞ് വന്നപ്പോൾ കത്തോലിക്ക സഭ തങ്ങളുടെ നിലപാട്, ഇതുവരെ തങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയെന്ന് സമർത്ഥിച്ച ഒരു സൂനോദോസാണ് ട്രെൻഡ് സൂനോദോസ്. അതിൻ്റെ പല സമ്മേളനങ്ങളിലും കനീസിയോസ് പങ്കെടുത്തു. ജർമ്മൻ മതബോധനം എന്ന പേരിലൊരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചു. 1554 ഓസ്ട്രിയയുടെ മെത്രാനാകാൻ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം വിനയത്തോടെ അത് വിസമ്മതിച്ചു. പ്രബോധനവും പ്രസംഗവുമാണ് തൻ്റെ നിയോഗമെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും പുതിയ മെത്രാനെ നിയമിക്കുന്നത് വരെ രൂപതയുടെ ഭരണം നടത്തുന്നതിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പക്ഷെ നിർത്തുകയാണ്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭ ഇപ്പോൾ നശിച്ചു പോകുമെന്നുള്ള മട്ടായിരുന്നു. അങ്ങനെ പലരും വിചാരിച്ചു ഇപ്പോൾ കത്തോലിക്ക സഭ നശിക്കും. ഇപ്പോഴും പലരും പറഞ്ഞു നടക്കുന്നില്ലേ, യൂറോപ്പിൽ പള്ളിയിൽ പോകുന്നില്ല. ഈ ഒന്നാമത്തിൽ പത്രങ്ങളിൽ വരുന്ന വാർത്ത വെച്ചിട്ടാണ്. പത്രങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം വീണ്ടും പറയുകയാണ്. 200 കോടി ക്രിസ്ത്യാനികളുണ്ട് ലോകത്ത്. അതിൽ 150 കോടി ഞായറാഴ്ചകളിൽ പള്ളിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കോ പോകുന്നുണ്ട്. 120 കോടി കത്തോലിക്കരുണ്ട്. അതിലൊരു വലിയ ശതമാനം, ചെറിയൊരു ശതമാനം വഴിക്ക് ബാക്കി എല്ലാവരും പള്ളിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോടിക്കണക്കിന്. ഇത് പത്രത്തിൽ വാർത്ത വരുമോ, ടി വിയിൽ വാർത്ത വരുമോ? വരില്ല. എന്താ കാരണം? അതൊരു സാധാരണ കാര്യമില്ലേ, അത് വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ? അതേസമയം 5 ലെസ്ബിയൻസ്, സ്വവർഗഭോഗികൾ ഒരു പള്ളിയുടെ മുമ്പാകെ നിന്നിട്ടൊരു കൊടിയും പിടിച്ചെന്നാലോ അത് പത്രത്തിൽ വാർത്ത വരും. കാരണം അത് സാധാരണമല്ല, അത് വാർത്തയാണ്. ആ വാർത്ത കണ്ടിട്ട് ലോകത്തിലെ എല്ലാ പള്ളികളിലും ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ആയിരക്കണക്കിന് പള്ളികളുണ്ട് ലോകത്ത്. അതിലൊരു പള്ളി ബാറാക്കിയാൽ അത് വാർത്തയാണ്. മറ്റു പള്ളികൾ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അത് വാർത്തയല്ല. എന്നിട്ട് ഒരു ആയിരക്കണക്കിന് പള്ളികൾ ഒരു പള്ളി ബാറാക്കിയാൽ ലോകത്തിലെ പള്ളികളെല്ലാം ബാറുകളാക്കുന്നെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പർവ്വതീകരിച്ചാൽ, ഇങ്ങനെ സാമാന്യവൽക്കരിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുക? അതുകൊണ്ട് പത്രത്തിൽ വാർത്ത വരുന്നത് ഇങ്ങനെ എക്സെപ്ഷണൽ കാര്യങ്ങളാണ്. ആ എക്സെപ്ഷണൽ കാര്യങ്ങളാണ് സാമാന്യം നടക്കുന്നതെന്ന് പറയുന്നത് എത്രയോ വലിയ മണ്ടത്തരാണ്. ഞാനിപ്പം വർഷങ്ങളായിട്ട് യൂറോപ്പിലുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. ഇന്നലെ വരെ ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. മിനിഞ്ഞാന്ന് ഞായറാഴ്ച 7 കുർബാനയ്ക്കും ഞാൻ പ്രസംഗിച്ചു. 7 കുർബാനയിലും ആ 7 കുർബാനയിലും ആ പള്ളിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു 200-250 പേർക്കാണ് നിൽക്കാൻ പറ്റുക. 7 കുർബാനകളുണ്ട്. 7 കുർബാനയ്ക്കും ഇരിക്കാൻ പറ്റാതെ കുറേ പേർ നിൽക്കുകയായിരുന്നു. എന്നുവെച്ചാൽ പള്ളി നിറയെ ആളുകൾ. ആ ഇടവകയിലുള്ള 70% ആളുകളും പള്ളിയിൽ വന്നു. ആ പട്ടണത്തിൽ തന്നെ ഒരു 6-7 പള്ളികളുണ്ട്. ഇതൊരു ഫ്രാൻസിസ്കൻ കോൺവെൻച്വൽസിൻ്റെ പള്ളിയാണ്, ഇടവകപ്പള്ളിയല്ല. ഇടവകയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയ ഇടവകപ്പള്ളിയുണ്ട്. എന്ന് വെച്ചാൽ
ഇവിടെ മാത്രമല്ല, ഇത് ജർമ്മനിയിൽ എത്രയോ സ്ഥലത്ത് ജർമ്മനിയിൽ ഞാൻ ധ്യാനിപ്പിച്ചിരിക്കുന്നു. ഒരു പള്ളിയിൽ നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ഒരു അച്ഛൻ പള്ളി നിറയെയാണ് ആളുകൾ. ഞാനവിടെ 2 പ്രാവശ്യം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ആൾക്കാരിങ്ങനെ? ചില സ്ഥലങ്ങളിൽ ഉണ്ടാകാം. അപ്പം ജർമ്മനിയിൽ ഒരു പ്രശ്നമുണ്ട്, അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ്. ഫ്രാൻസിലുണ്ടാകാം. അപ്പം ഇവിടെ മാത്രം കണ്ടിട്ട് ലോകത്തിലെ ക്രിസ്തു മതം നശിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണത്, ഇല്ലേ? എല്ലാം യൂറോപ്പ് പോലെ ആകും കേരളം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ചാലും കർത്താവ് അതിലൂടെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. യൂറോപ്പിലിപ്പം എന്തുമാത്രം കരിസ്മാറ്റിക് ഗ്രൂപ്പുകളാണ്. അപ്പോൾ പള്ളി വരുന്നവരെ കണക്ക് നോക്കിയിട്ടാണോ സഭയുടെ വൈബ്രൻസി കണക്കാക്കുന്നത്? അതിനാൽ പ്രതിസന്ധികളൊക്കെ നമുക്ക് അവസരങ്ങളാണ്. ഇപ്പം ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും ലിറ്റർജി പഠിച്ചില്ലേ? ലിറ്റർജിയിൽ ഇപ്പോൾ സംബന്ധിക്കുന്നത് അറിവോട് കൂടിയല്ലേ? അപ്പോൾ എല്ലാ പ്രതിസന്ധികളും നമുക്കൊരു പുതിയ അവസരം തരികയാണ്. ഇതാണ് ഈ വിശുദ്ധർ ചെയ്തത്. പ്രോട്ടസ്റ്റന്റ് വിപ്ലവം വന്നു, കത്തോലിക്ക സഭ ഇപ്പോൾ വിഴുങ്ങിക്കളയെന്ന് തോന്നിയപ്പോൾ അവരങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് സംഭവിച്ചെന്താണ്? പ്രോട്ടസ്റ്റന്റുകാർ ഇപ്പോൾ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കത്തോലിക്ക സഭയാണ് കർത്താവിൻ്റെ സത്യസഭ. ആ സഭയെ നിലനിൽക്കുള്ളൂ. മറ്റുള്ളവർക്ക് ഇതിലേക്ക് വരണം. സഭയ്ക്ക് പറ്റിട്ടൊക്കെ ഉണ്ടാക്കാം, അത് തിരുത്താൻ സഭ തയ്യാറാണ്, ഡയലോഗിനൊക്കെ തയ്യാറുമാണ്. പക്ഷേ അടിസ്ഥാന നിലപാടുകളൊന്നും തന്നെ മാറ്റാൻ സഭ തയ്യാറല്ല. കാരണം അതിലൊന്നും സഭയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ചുരുക്കത്തിൽ നമ്മൾക്ക് ഈ വിശുദ്ധർ, ഈ കനീഷ്യസൊക്കെ തുടങ്ങിയുള്ള വിശുദ്ധർ നമ്മളോട് പഠിപ്പിക്കുന്നത്, ഒരു പ്രതിസന്ധി വരുമ്പോൾ സഭയെ രക്ഷിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം കർത്താവിന് സഭയെ രക്ഷിക്കാൻ. ആ വിളി നമ്മൾ തിരിച്ചറിയണം. ആ വിളിയോട് നമ്മൾ പ്രസാദാത്മകമായി പ്രതികരിക്കുകയും ആ വിളി നിറവേറ്റാനായിട്ട് ഇറങ്ങിത്തിരിക്കും വേണം. എറണാകുളത്തെ അൽമായർ ആരെങ്കിലും ഈ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിളി തന്നിരിക്കുകയാണ്. സുറിയാനി കത്തോലിക്ക സഭ എന്ന കത്തോലിക്ക സഭയെ എറണാകുളത്ത് രക്ഷിക്കാനുള്ള ദൗത്യം നിങ്ങൾക്ക് തന്നിരിക്കുക. നിങ്ങൾ ഇടവകയിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ എറണാകുളത്ത് പ്രശ്നം ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ സഭയുടെ കുർബാന അർപ്പിക്കാത്ത അച്ഛനോട്, അച്ഛോ ഈ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ പറ്റില്ല, നിങ്ങളങ്ങ് ചെന്ന് പറഞ്ഞു നോക്കിയേ. അൽമായ മുന്നേറ്റ ഗുണ്ടകൾ വരുമ്പോഴേ അവർ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ ഈ സഭയെ അനുസരിക്കാത്തവർ ഈ പള്ളിയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നോക്ക്. നിങ്ങൾക്ക് അതിന് കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും സ്നേഹം വേണം. മെത്രാമാരും ലോകത്തുള്ള സകല മാർപ്പാപ്പാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഈ സ്നേഹം ഉണ്ടാകില്ല. സ്നേഹം നമുക്ക് കർത്താവിനോടും കർത്താവിൻ്റെ സഭയോട് തന്നെ ഉണ്ടാകേണ്ടതാണ്. അതൊരു മാർപ്പാപ്പയെ കണ്ടിട്ടോ ഒരു മെത്രാനെ കണ്ടിട്ടോ അല്ല. നമുക്കത് ഉണ്ടാകട്ടെ. ഈ വിശുദ്ധർ അതാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വിശുദ്ധരാകാൻ കഴിയുക. അല്ലാതെ എല്ലാവരും ക്ഷമിക്കും പൊറുക്കും ചെയ്യുന്നതിലല്ല വിശുദ്ധീകരിക്കുന്നത്. അത് ആവശ്യമുള്ളപ്പം മതി. കർത്താവിന് ഒരു അടി അടിച്ചപ്പോൾ ഉടനെ ക്ഷമിക്കുകയല്ല ചെയ്തത്. നീ എന്തിനാ എന്നെ അടിച്ചെന്ന് ചോദിച്ചേ. ദേവാലയം നശിപ്പിച്ചപ്പോൾ കർത്താവ് ചാട്ടവാറെടുത്ത് ടേബിളൊക്കെ മറിച്ചിട്ട് വയലണ്ടാവുക ചെയ്തത്. പോയ കുറുക്കനോട് പറയുമെന്നാണ് കർത്താവ്, തെറി പറഞ്ഞ പോലെയാണ് കർത്താവ് പറഞ്ഞത് ഹെരോദസിനോട്. ഇതൊക്കെ ബൈബിളിലുള്ളതാണ്. ഇതൊക്കെയാണ് ആധ്യാത്മികത. നമ്മുടെ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ മാത്രമാണ് ശരിക്കുള്ള ധ്യാനമെന്ന് വിചാരിക്കരുത്. ക്ഷമിക്കലും പൊറുക്കലും മാത്രമാണ് ധ്യാനമെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബൈബിളിലുള്ളതും അത് ആധ്യാത്മികതയുമാണ്. എവിടെ എങ്ങനെ വേണമെന്നുള്ള വകതിരിവ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.